നമ്മളിന്ന് ഇക്കോ പാർക്കിൻ്റെ 4ാമത്തെ ഗേറ്റിൽ ഞങ്ങൾ ട്യൂസ്ഡേ സൺഡേ 12:30 PM 8:30 PM. അതുപോലെ 30 രൂപയാണ് എൻട്രി ഫീസ്. എൻട്രൻസ് 4ാം ഗേറ്റിന്റെ എൻട്രൻസ് ആണ്. ടിക്കറ്റ് കൗണ്ടറിലോട്ട് കയറാൻ പോവാണ്. അയ്യോ നിങ്ങൾ വരുന്ന ഇന്ന് രാവിലെ ഇട്ട മഴ ആയതുകൊണ്ടാണ് ഇവിടെ ഇന്ന് ആളില്ലാത്തത്. ഭയങ്കര ക്രൗഡാണ് ഇവിടെ. എന്താ കൊറോണ? അയ്യോ കൊറോണ അല്ലേ ഇത്? കൊറോണ. ഗെയിം പാർക്കാണ് ഇത്, ഗെയിം പാർക്ക്. എന്താ കുറച്ച് കുട്ടികളൊക്കെ എന്നിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. ഭാവിച്ച് കപ്പറ്റി വല്ല വാങ്ങണം. എവിടാ എന്ത് ഭംഗിയുള്ള സ്ഥലം. വണ്ടിക്കകത്ത് പോയാലേ ഇവിടെ ഫുള്ള് കൊണ്ട് കാണിക്കും ഇവര്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇതിനകത്ത് പോയി. വണ്ടാസിൽ കയറണമെങ്കിൽ നമ്മൾ ആദ്യം എൻട്രി പൈസ 30 രൂപ കൊടുത്തില്ലേ, അത് കൂടാതെ വേറെ ടിക്കറ്റ് എടുക്കണം. കയറാനും 30 രൂപയാണ് കൊടുക്കേണ്ടത്. ഇത് പിരമിഡ്. ഇവിടെ 7 വണ്ടേഴ്സ് കണ്ട പിരമിഡ്. പിരമിഡ് നാട്ടിലുള്ള പിരമിഡ്സ് ആണത്. അതാണ് കേട്ടോ, സോറി പെട്ര, അതാണ് പെട്ര. അത് പെട്ര. അപ്പോൾ നമ്മൾ ഇപ്പം നിൽക്കുന്നത് ഈജിപ്തിലെ പണ്ടത്തെ രാജാക്കന്മാരെയും ഇവരെയൊക്കെ അടക്കിയിരിക്കുന്ന സ്ഥലമാണ്. ഇത് ഈജിപ്ഷ്യൻ പിരമിഡ്സ്. ഈജിപ്തുകാർ വിശ്വസിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുണ്ടാക്കിയ വെൽത്ത് അവരുടെ ആഫ്റ്റർ ലൈഫിലും അല്ലെങ്കിൽ പുനർജന്മത്തിനും ഉപയോഗപ്പെടും എന്നുള്ള ഇതിനാണ് ഇവർ ഇത്രയും വലിയൊരു ടൂം ഉണ്ടാക്കിയിട്ട് അകത്ത് അവരെന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അത് മൊത്തം അതിൻ്റെ അകത്ത് ഇട്ട് അവിടെ ബോഡിയോടെ അകത്ത് ഇട്ട് സീൽ ചെയ്യും. ഇതല്ല അത് പിരമിഡ്. ഇതാണ് ഫ്രണ്ടിൽ വെക്കുന്ന ഒരു സാധനം മാത്രം. ഏത് രാജാവാണ് അത് അവിടെ അല്ലെങ്കിൽ അവരുടെ സിമ്പിൾ വെച്ചിട്ടായിരിക്കും ഈ സാധനം ഉണ്ടാക്കുന്നത്. കട്ട് അത്ര. ഇതിനാണ് പറയുന്നത് ജോർഡനില് ഈ ഒരു റെഡ് സാൻഡ് സ്റ്റോൺ വെച്ച് ഉണ്ടാക്കിയ
ബിൽഡിങ്സ് ആണിത്. ഇത് മറ്റേതുപോലെ രാജാക്കന്മാരും അല്ലെങ്കിൽ ടെമ്പിൾസ് ആയിട്ട് ഉപയോഗിക്കുമായിരുന്നു ഈ റോക്ക് കൾച്ചേഴ്സ്. അതിനാണ് ഈ സ്ഥലത്തിനെ പെട്ര എന്ന് വിളിക്കുന്നത്. സാൻഡ് സ്റ്റോൺ വെച്ചാണ് ഉണ്ടാക്കിയത്. അന്നത്തെ സമയത്ത് റെഡ് സ്റ്റോൺ ആണ്, സാൻഡ് സ്റ്റോൺ. അന്ന് ഇങ്ങനെയുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ജോർഡനിൽ. ഇത് നമ്മൾ ടെമ്പിളായിട്ടാണ് യൂസ് ചെയ്യുന്നത് യൂഷ്വലി. ടെമ്പിളും ടൂമ്പും തന്നെ ഇങ്ങനെ രാജാക്കന്മാരുടെ തല അല്ലെങ്കിൽ ഇതാണ് മാവി എന്ന് വിളിക്കുന്ന സാധനം. ഇത് ആക്ച്വലി ഇൻ റിയൽ സൈസിൽ 15 to 20 feet ആണ്. പക്ഷേ യൂഷ്വലി ഈ സാധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആകെ 5 feet അല്ലെങ്കിൽ 10 feet കണ്ടേ വലിയ കാണുള്ളൂ. ബാക്കി 20 to 30 feet ഗ്രൗണ്ടിൻ്റെ അകത്തായിരുന്നു. ഇത് പണ്ട് ഒരാൾ ഐസ്ക്രീം കഴിയും. പണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ മിസ്റ്ററി. അവരെ ലോറിൽ പറയുന്നത് ഒരു മജീഷ്യനുണ്ട്, ഒരു വിസർഡ്. അങ്ങാരാണ് ഏതോ സ്ഥലത്ത് നിന്ന് പറത്തി കൊണ്ടുവന്നെന്ന് പറയുന്നത് ഈ സാധനത്തിൽ. ബിക്കോസ് അത് അത്രയ്ക്കും വലിയതാണ്, ഒരാൾക്ക് ഇന്ന് ഉണ്ടാക്കാനും പറ്റത്തില്ല. സോ ദ ഒറിജിൻ ഓഫ് ദിസ് ഈസ് സ്റ്റിൽ മിസ്റ്റീരിയസ്. താജ്മഹൽ. ഏതാണ്ട് വരുന്നു 2 പേര്. ഇത് ആക്ടിങ് അല്ലെന്ന് നമ്മൾ പറയത്തേ ഇല്ല. ഗ്രേറ്റ് ചൈന വാളല്ല, ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. ഒന്നോട് പോയിട്ടോ. ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയാണിത്. ഒട്ടും റിഹേഴ്സൽ അല്ലാത്ത പോലെ തന്നെ ഉണ്ട്. ഞാൻ ഓഫീസിന്റെ ഇത് കാണിക്കാം. കുറച്ച് മാട്ട് വേണം. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന അതിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദി ഗ്രേറ്റ് വാൾ ഓഫ് ചൈന 7 വണ്ടേഴ്സിലെ ഒരു അത്ഭുതമല്ലേ അത്. നല്ല ഭംഗി. പ്രത്യേകിച്ച് നൈറ്റൊക്കെ ആകുമ്പോഴേ ലൈറ്റിങ്ങും നല്ല ഭംഗിയാണ്. ഫോട്ടോഷൂട്ട്. വേണ്ട.
അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ഗ്രേറ്റ് വാൾ ഓഫ് ചൈന. അതെ. ഇത് 100 മീറ്റർ ആണെങ്കിലും ഒറിജിനൽ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയില് Original Great Wall. പണിക്കുന്ന ആൾക്കാരുടെ ബോഡി ഇതിനകത്ത് തന്നെ അവര് ഇത് ചെയ്തു. എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഈ മരിച്ച് എന്നുവെച്ചാൽ പണി എടുക്കുന്ന ആൾക്കാരല്ലേ, ഇത് പണിഞ്ഞ ആൾക്കാർക്ക് വയ്യാതെ ആവും, അങ്ങനെ ആവുമ്പോൾ ഇവര് മരിച്ചു. അപ്പം ഈ പണിക്കാരെ ഈ ബ്രിക്സിന്റെ ചെയ്തെന്നാണ് പറയുന്നത്, അറിയപ്പെടുന്നത്. ഇതെന്തിനാണ് വൺ ഓഫ് ദ വേൾഡ്സ് 7th വണ്ടർ, 7 വണ്ടേഴ്സ് ഓഫ് ദി വേൾഡിൽ ഒന്ന് എന്താണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊരു തിയറി ഉണ്ടായിരുന്നു, ഇത് മൂണിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരേ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ദ ഗ്രേറ്റ് വാൾ ഓഫ് ചൈന ആണെന്ന്. അതിപ്പോൾ ഡീബങ്ക് ചെയ്തു, ബിക്കോസ് അപ്പോഴും കാണാൻ പറ്റുന്നില്ല. പക്ഷെ പണ്ട് കാണുമായിരുന്നെന്നാണ് പറയുന്നത്. ഗ്രേറ്റ് വാൾ ഓഫ് ചൈന മൂണിൽ നിന്ന് ഫോട്ടോ, എർത്തിനെ ഫോട്ടോ എടുത്താൽ കാണുമെന്ന് ഡീബങ്ക് ചെയ്തു. പക്ഷെ that was a great fact and this was known as the one of the greatest wonders. ഇതിപ്പോ 7 വണ്ടേഴ്സിലല്ല, അതൊന്നും അറിയോ? 7 വണ്ടേഴ്സിലൊക്കെ കുറെയൊക്കെ മാറി. ഇപ്പം എന്താ, ഇപ്പം പെട്രയാണ്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പെട്ര 7 വണ്ടേഴ്സിലല്ലായിരുന്നു. വേറെ എന്തൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയായിരുന്നു. എനിക്ക് ഓർമ്മയുള്ള കാര്യം സിഡ്നി ഓപ്പറ ഹൗസ്, അത് ഒരു പ്രാവശ്യമെങ്കിലും ഇതിൽ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ 7 വണ്ടേഴ്സ് എല്ലാ 20 വർഷവും 10 വർഷവും എൻ്റെ കറക്റ്റായിട്ട് ഇത് അറിഞ്ഞുകൂടാ മാറും. ഞാൻ പിടിക്കണോ? ഗ്രേറ്റ് വാൾ ഓഫ് ചൈന കണ്ടിട്ട് ഇറങ്ങുവാണ് അടുത്ത വണ്ടേഴ്സിനകത്ത്. ഓക്കെ, കാണാൻ പോകുന്നതാണ് ഇത് കൊല്ലോസി. ഗ്രീസ് നാട്ടിലുള്ള കൊല്ലോസി. ഇവിടെ ആയിരുന്നു രാജാക്കന്മാര് നമ്മുടെ അവിടെ പ്രിസണേഴ്സിനെ മറ്റേ ഇതിനെന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ വേണ്ടി സിംഹത്തിനൊക്കെ എറിഞ്ഞു കൊടുത്തിട്ട് അവർക്ക് കുറച്ച് അവര് വച്ചിട്ട് ഇത് ചെയ്യും. അവർ ജയിച്ചാൽ അവര് ഗ്ലാഡിയേറ്റർ, തോറ്റാൽ അവര് ചാവും.